കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സീൻ എടുക്കുക, കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന സീൻ എടുക്കുക, കുട്ടി കരയണ സമയത്ത് കുട്ടി കരയുന്ന സീൻ എടുക്കുക. ഇങ്ങനെയൊക്കെയാണ്. ഷീറ്റൊക്കെ വിരിച്ച് ആദ്യം കുട്ടി അവിടെ കിടത്തി അമ്മയോട് അവിടെ കിടക്കാൻ പറഞ്ഞു. അമ്മ ആ കുട്ടി അവിടെ കിടത്തി ഉറക്കി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് പറയാൻ പറ്റില്ല, ആക്ഷൻ പറയാൻ പറ്റില്ല, ഡയലോഗ്സ് പറയാൻ പറ്റില്ല. പലപ്പോഴും പുതിയ ആൾക്കാരൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അനാവശ്യമായിട്ട് അവർ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ജയറാമിനും മുകേഷിനും സായിക്കൊക്കെ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുത്തിട്ട് നടക്കില്ലാണ്. ജയറാമുണ്ട്, മുകേഷ്, സായി എല്ലാവരും മിമിക്രി അറിയാവുന്ന ആൾക്കാരും കൂടി ആയതുകൊണ്ട് അവർ മൈമിയാന്ന് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറയില്ല, അവർ ഉറക്കെ പറയില്ല, വെറും ലിപ്പ് മാത്രമേ ഉള്ളൂ. ലിപ്പ് കറക്റ്റായിട്ട് ഏത് ഡയലോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷനൊന്നും പറയില്ല, കട്ടും പറയില്ല, ഒന്നുമില്ല. കൈകൊണ്ട് എല്ലാം ആംഗ്യം കൊണ്ടുള്ള ഷൂട്ടിങ്. എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ജയറാം ചെന്നിട്ട് ആ കുട്ടിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുട്ടി ഒറ്റ കരച്ചിൽ. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതം, എന്തായിരിക്കും ജയറാം പറഞ്ഞത്. നമസ്കാരം, എൻ്റെ സിനിമാ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം. തൂവൽ സ്പർശം എന്ന സിനിമ കുറച്ച് മുമ്പ് വന്നതാണത്. എനിക്ക് തോന്നുന്നത് ഈ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ അത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ചെറിയൊരു കുട്ടിയെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവുക. അതിലെ പ്രധാന കഥാപാത്രത്തിന് ആ സിനിമ ചെയ്യണ സമയത്ത് 6 മാസം പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 മാസം പ്രായമുള്ളൊരു കുട്ടി പ്രധാന വേഷത്തിൽ, ശരിക്കും ആ സിനിമയിലെ പ്രധാന വേഷം ആ കുട്ടി തന്നെയാണെന്ന് പറയാം. അഭിനയിക്കുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ വെച്ചിട്ടൊരു സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോക്കാം എന്നുള്ള ഒരു ഇതിലാണ് അതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ തുടങ്ങുന്നത്. അത് എവർഷൈൻ പ്രൊഡക്ഷൻസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. കലു ഡെന്നീസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കലു ഡെന്നീസും ഞാനും ചേർന്നിട്ട് അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് ജോൺ പോളും കലു ഡെന്നീസും കൂടി ചേർന്ന സ്ക്രിപ്റ്റ് എഴുതിയത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന, ഞാനും കലു ഡെന്നീസും കൂടി ചെയ്യുന്ന സിനിമയാണ് തൂവൽ സ്പർശം. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ റെഡിയായി വന്ന സമയത്ത് അതിൽ 3 നായകന്മാർ വേണം. അപ്പോൾ ഞാൻ ഈ നായകന്മാരുടെ കോമ്പിനേഷനിൽ പിന്നെയും പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് 2 സിനിമ, അതിന് തൊട്ട് മുമ്പ് ചെയ്ത പടം പാവം രാജകുമാരനായിരുന്നു. അതിലും ശ്രീനിവാസനും ജഗദീഷും മണിയമ്പിള്ള രാജു, സിദ്ദീഖ് എല്ലാവരും ചേർന്നിട്ട് അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഹീറോസിൻ്റെ എല്ലാവരെയും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷനിലുള്ള സിനിമയായിരുന്നു. അതിന് ഇമ്മീഡിയറ്റ് സിനിമയാണ് തൂവൽ സ്പർശം എന്നുള്ളത്. അപ്പോൾ തൂവൽ സ്പർശത്തിൽ വന്നപ്പോൾ കാസ്റ്റ് 3 നായകന്മാരും, 4 നായകന്മാരുണ്ട്. 3 പേര് ഒരുമിച്ച് താമസിക്കുന്നു. അത് ജയറാം, മുകേഷ്, സായികുമാർ. അന്ന് ഈ റാംജി റാവു സ്പീക്കിംഗ് റിലീസ് ചെയ്തിട്ട് സായികുമാർ വലിയ സ്റ്റാറായി മാറിയ ഒരു സമയമാണ്. മറ്റൊരു ഹീറോ അതിൻ്റെ അകത്തൊരു സെപ്പറേറ്റ് ക്യാരക്ടറായിട്ട് നിൽക്കുന്നതാണ് സുരേഷ് ഗോപി എൻ്റെ സിനിമകളിലൊന്നും അധികം അഭിനയിച്ചിട്ടില്ല. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ്റെ ആദ്യത്തെ ക്രിസ്മസും പിന്നെ തൂവൽ സ്പർശം 2 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. സുരേഷ് ഗോപി ആക്ഷൻ ഹീറോ ആയിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് വേഷത്തിലൊന്നും എൻ്റെ സിനിമയിൽ വന്നിട്ടില്ല. തൂവൽ സ്പർശത്തിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. ഒരു IAS ഓഫീസർ, IASന് പഠിക്കുന്ന ഒരു ക്യാരക്ടർ, പിന്നീട് IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു ചെറിയ കുട്ടിയെ, ഈ 6 മാസം പ്രായമുള്ള കുട്ടിയെ ഈ 3 ചെറുപ്പക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ യാദൃശ്ചികമായിട്ട് അവർക്ക് കിട്ടുന്നതാണ്. ആ കിട്ടുന്നതിൻ്റെ കൗതുകം തന്നെ, അവർ അന്നത്തെ ഒരു അടിപൊളി പിള്ളേർ എന്നുള്ള രീതിയിലാണ് 3 പേരും ജോലിക്കാരാണ്, മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് അവർ ജോലിക്ക് പോകും, വൈകുന്നേരം വരുന്നു. അപ്പോൾ ഈ ഫ്ലാറ്റ് സംസ്കാരവും അന്ന് തുടങ്ങിയിട്ടുള്ളൂ. കേരളത്തിൽ അങ്ങനെ വളരെ കുറവ് ഫ്ലാറ്റുകളുള്ളൂ. ഇന്ന് കാണുന്ന മാതിരി വലിയ ഫ്ലാറ്റുകളൊന്നും അന്നില്ല. ആകെ 3 നില 4 നിലയുള്ള അപ്പാർട്ട്മെൻറ്റ്സ് പോലെയുള്ള ഫ്ലാറ്റുകളാണ് അന്നുണ്ടായിരുന്നത്. അത് ഗാന്ധിനഗറിലാണ്, എറണാകുളത്ത് ഗാന്ധിനഗറിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാൻ പറ്റും, മാക്സിമം 3 നില ഉണ്ടായിരുന്നുള്ളൂ അതിന്. അങ്ങനെയുള്ള സ്ഥലത്താണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫ്ലാറ്റ് സംസ്കാരം എന്ന് പറയുന്നത് മലയാളിക്ക് അന്ന് സുപരിചിതമായി തുടങ്ങിയിട്ടുമില്ല. ആ സമയത്താണ് ഈ തൂവൽ സ്പർശം വരുന്നത്. അങ്ങനെ ഇവർ 3 പേരും ഒരുമിച്ച് താമസിക്കുന്നു. അവിടേക്ക് കുട്ടീനെ കിട്ടുന്നതാണ്. കുട്ടിയെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒപ്പം ഒരു കത്തുമുണ്ട്. ആ കത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾ വളർത്തിക്കൊള്ളുക എന്നുള്ള രീതിയിലുള്ളൊരു കത്താണ്. പക്ഷേ ഇത് ആരുടെ കുട്ടിയാണ്, ആർക്കാണ് ഈ കത്ത് വെച്ചതെന്നൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ആ സിനിമയുടെ മൊത്തം കഥ എന്ന് പറയുന്നത്.
അതിൽ രസകരമായിട്ട് പോകുന്ന സംഭവങ്ങൾ, ഇവർ 3 പേരും പരസ്പരം സംശയിക്കുകയാണ് ഇത് ആരുടെ കുട്ടിയാണെന്നുള്ളത്. കാരണം 3 പേരും ബാച്ചിലേഴ്സാണ്, 3 പേരും കല്യാണം കഴിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇത് ആരുടെ കുട്ടി, എങ്ങനെ ഇല്ലീഗലായിട്ടുണ്ടായിട്ടുള്ള കുട്ടിയാണ്. അതിലെല്ലാവരും സംശയിക്കുന്നത് മുകേഷിൻ്റെ ക്യാരക്ടറിനെയാണ്. കാരണം മുകേഷ് അല്പം ഫ്ലർട്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുകേഷിൻ്റെ തന്നെ കുട്ടിയായിരിക്കും. പക്ഷേ മുകേഷിന് ആ കൺഫ്യൂഷൻ ഇത് ആരുടെ ആയിരിക്കും. കാരണം പല പെൺകുട്ടികളായിട്ടും മുകേഷിൻ്റെ ക്യാരക്ടറിന് കണക്ഷനുണ്ട്. അപ്പോൾ ഇത് ആരുടെ ആയിരിക്കും എന്നുള്ള അതിൻ്റെയൊക്കെ ഫണ്ണും കാര്യങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ കുട്ടീനെ നോക്കാനായിട്ട് ഇന്നസെൻറ്റിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നു, ശിശുപാലൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ. അതിപ്പോഴും ഇന്നസെൻ്റ് ഡയലോഗൊക്കെ പലരും ഇപ്പം നമ്മൾ ഇതിലൊക്കെ കാണാം, റീൽസായിട്ടോ ഇതിലൊക്കെ കാണാം. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിട്ടായി ഡോയ് ഡായി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉള്ള ആ സംഭവങ്ങളൊക്കെ ഉള്ള സാധനം ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ, പിന്നെ മാമുക്കോയുടെ ക്യാരക്ടർ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ആ സിനിമയിൽ വരുന്നുണ്ട്. പിന്നെ ഉർവശിയാണ് അതിലെ ഫീമെയിൽ ക്യാരക്ടർ. രഞ്ജിനി, 2 പേരാണ് ഉള്ളത്. രഞ്ജിനി അടുത്തൊരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അതിൽ വരുന്നത്. ഉർവശിയുടെ ക്യാരക്ടറാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഉർവശിയും സുരേഷ് ഗോപിയുടെ ക്യാരക്ടറും തമ്മിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുട്ടിയാണത്. പക്ഷേ ഒരു പ്രതികാരം എന്നുള്ള രീതി ഉർവശിയുടെ ഫാദറായിട്ട് അഭിനയിച്ച ബഹദൂറാണ്. അവർ കൊണ്ടുവന്നിട്ട് ആ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പോണതാണ്. പക്ഷെ അവർ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ 2 ഓപ്പോസിറ്റ് ഡോറുകളാണ്. ആ ഡോറിൻ്റെ സെൻട്രലായിട്ടാണ് ഏകദേശം കൊണ്ട് വെച്ചത്. അപ്പോൾ ഇത് ഡോർ ആദ്യം തുറന്നത് ഓപ്പോസിറ്റ് ഡോറിലാണ് സുരേഷ് ഗോപി താമസിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ക്യാരക്ടറാണ് തുറന്നിരുന്നെങ്കിൽ അത് തൻ്റെ കുട്ടിയാണെന്ന് അയാൾക്കത് മനസ്സിലാവുമായിരുന്നു. ഇപ്പുറത്ത് ആദ്യം തുറന്നത് ജയറാമായിരുന്നു. അപ്പോൾ ജയറാം തുറന്നുകൊണ്ട് ജയറാം വിചാരിച്ചത് ജയറാമിൻ്റെ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച കുട്ടിയാണ് ജയറാമിൻ്റെ ക്യാരക്ടറിൻ്റെ. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് ഉള്ള സംഭവം, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് തമാശ എന്ന് വെച്ചാൽ ഇത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞത് ഒന്നത് ഈ കുട്ടി കിടന്ന് ഉറങ്ങുന്ന സീൻ, അങ്ങനെ ഉറങ്ങുന്ന പല സീൻസും ഉണ്ട്. അപ്പോൾ കുട്ടി ആ സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഉറങ്ങണം. 6 മാസമുള്ള കുട്ടികൾ ഉറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങില്ല. അതിൻ്റെ അച്ഛനും അമ്മയൊക്കെ ലൊക്കേഷനിലുണ്ട്. അത് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ കിട്ടിയ അത് ഇക്ബാൽ കുറ്റിപ്പുറം എന്ന് പറയുന്ന തിരക്കഥ. പുള്ളി അന്ന് തിരക്കഥാകൃത്തൊന്നും ആയിട്ടില്ല. അദ്ദേഹം അന്ന് ഇവിടെ ഇതിൽ പഠിച്ചു, ഹോമിയോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്നേ എനിക്ക് പരിചയമുണ്ട്. പുള്ളി നമ്മൾ ലൊക്കേഷനിലൊക്കെ നമ്മുടെ ഡിസ്കഷനൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഒരു കുട്ടീനെ അന്വേഷിക്കുന്നത് പറഞ്ഞപ്പോൾ ഇക്ബാലാണ് പറഞ്ഞത്. ഇക്ബാലിൻ്റെ ഒരു കസിൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. കൊച്ചിയിലാണ് അവർ അഭിനയിക്കാൻ വിടുമെന്ന് അറിയില്ല. അങ്ങനെ ഞാനും ഇക്ബാലും കൂടിയും അദ്ദേഹത്തെ പോയി കണ്ടു. ആ കുട്ടിയെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുട്ടി. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് അതിൻ്റെ അമ്മയ്ക്ക്. കാരണം 6 മാസമുള്ള കുട്ടിയെ ലൈറ്റിൻ്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറേ ദിവസം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഏത് പാരൻസിനും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അവർ പിന്നെ താല്പര്യത്തോടുകൂടി വന്നു. കുട്ടി എന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പറയുന്ന നമ്മുടെ സമയത്തിന് ഉറങ്ങുമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മൾ കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സീൻ എടുക്കുക, കുട്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന സീൻ എടുക്കുക, കുട്ടി കരയണ സമയത്ത് കുട്ടി കരയുന്ന സീൻ എടുക്കുക, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കരഞ്ഞുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല. കുറേ നേരം കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റപ്പ് ചെയ്യണവരെയും അല്ലെങ്കിൽ ഷോട്ട് സെറ്റപ്പ് ചെയ്യണവരെയും കുട്ടിയോട് കരഞ്ഞുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ അതിന് പറ്റില്ലല്ലോ. അമ്മ പാൽ കൊടുക്കും, അതിൻ്റെ കരച്ചിൽ മാറും, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ ഉറങ്ങണ സീൻ എടുക്കലായിരുന്നു ഏറ്റവും കൗതുകം ഉണ്ടായിരുന്നത്, ആദ്യത്തെ കിട്ടുന്ന സീൻ. അപ്പോൾ കുറേ നേരവും വേണം, അത് കാരണം കുറേ ഷോട്ടുകളുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് അവിടെ കിടത്തുമ്പോൾ അത് ഉണരരുത്. അങ്ങനെ അതിന് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റൊക്കെ വിരിച്ച് ആദ്യം കുട്ടിയെ അവിടെ കിടത്തി, അമ്മയോട് അവിടെ കിടക്കാൻ പറഞ്ഞു. ഞങ്ങൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയോട് അവിടെ കിടക്കാൻ പറഞ്ഞു. അമ്മ ആ കുട്ടി അവിടെ കിടത്തി ഉറക്കി. ഞങ്ങളെല്ലാവരും മാറി നിന്നു. എന്നിട്ട് ഈ ഷീറ്റ് മെല്ലെ എല്ലാം വലിച്ചെടുത്ത് കുട്ടിയെ ഇങ്ങനെ തറയിൽ കിടത്തി. അങ്ങനെ കിടത്തി. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണരും. അപ്പോൾ അന്ന് ഇപ്പോഴത്തെ ക്യാമറ മാതിരിയല്ലേ, ഈ ഡിജിറ്റൽ ക്യാമറ അല്ലല്ലോ, അന്ന് ഈ മറ്റേ ആരിഫ്ലെക്സ് ക്യാമറ. അപ്പോൾ അത് റൺ ചെയ്യുമ്പോൾ അതിനൊരു സൗണ്ട് ഉണ്ട്, എന്നൊരു സൗണ്ട് ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് കേട്ടാൽ തന്നെ കുട്ടി ഉണരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരെ ക്യാമറയെ കൊണ്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ സൗണ്ട് മാക്സിമം കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടാണ് ഷോട്ട് എടുക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് പറയാൻ പറ്റില്ല, ആക്ഷൻ പറയാൻ പറ്റില്ല, ഡയലോഗ്സ് പറയാൻ പറ്റില്ല. ആർട്ടിസ്റ്റ് ഡയലോഗ് പറയുമ്പോൾ കുട്ടി ഉണരും ചിലപ്പോൾ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയറാം പറഞ്ഞൊരു ഐഡിയ എന്ന് വെച്ചാൽ ജയറാമുണ്ട്, മുകേഷ്, സായി എല്ലാവരും മിമിക്രി അറിയാവുന്ന ആൾക്കാരും കൂടി ആയതുകൊണ്ട് അവർ മൈമിയാന്ന് പറഞ്ഞു. അപ്പോൾ ഡയലോഗ് പറയില്ല, അവർ ഉറക്കം പറയില്ല, വെറും ലിപ്പ് മാത്രമേ ഉള്ളൂ. ലിപ്പ് കറക്റ്റായിട്ട് ഏത് ഡയലോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലുട്ടിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശബ്ദം പുറത്തേക്ക് വരില്ല. പക്ഷെ അത് കറക്റ്റ് ടൈമിങ്ങിൽ പറയണം. അത് കേട്ടുകൊണ്ട് മറ്റൊരാൾ പറയണം, കാരണം അവരുടെ ലിപ്പിലേക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ടൈമിങ്ങൊക്കെ ഉണ്ട്. അവർ അതിനുവേണ്ടി മാറി നിന്ന് റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് നമ്മൾ വരുന്നു. ഞാൻ ഷോട്ട് ആക്ഷനൊന്നും പറയില്ല, കട്ടും പറയില്ല, ഒന്നുമില്ല. കൈ കൊണ്ട് എല്ലാം ആംഗ്യം കൊണ്ടുള്ള ഷൂട്ടിങ്. ലൈറ്റ് ചെയ്യണവർ തന്നെ ലൈറ്റെ കൊണ്ട് മെല്ലെ കൊണ്ട് ഒരു ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട് കുട്ടി എണീക്കുന്നതിന് മുമ്പ് എടുക്കണ്ടേ. അതിനുവേണ്ടി ആ ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ക്യാമറ മാറ്റി വെക്കുന്നതൊക്കെ ഒരുമാതിരി സ്ലോ മോഷനിൽ എല്ലാവരും ഇങ്ങനെ ശബ്ദമില്ലാണ്ട് നടന്നിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്ത്.
പല ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഈ കുട്ടി അമ്മയും അച്ഛനും എടുത്തുകൊണ്ട് കിടക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് അറിയും. കുട്ടികൾ സ്വാഭാവികമായിട്ട് അമ്മയെ കണ്ടിലേക്ക് അറിയുമല്ലോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് നമ്മൾ കണ്ടെത്തിയൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് തന്നെ ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ എടുപ്പിക്കുക. അപ്പോൾ ജയറാമിനും മുകേഷിനും സായിക്കൊക്കെ ഉള്ള ജോലി എന്ന് പറഞ്ഞാൽ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കലാണ്. ഷോട്ട് കഴിഞ്ഞാലും എടുത്തുകൊണ്ട് നടക്കണം. കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഭ്രാന്താവുമല്ലോ, കാരണം ഇവർക്ക് അഭിനയിക്കാൻ വേണം, കുട്ടി എടുത്ത് നടക്കണം. പിന്നെ ഡ്രസ്സ് മാറണവർ. അപ്പോൾ ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സാണ് ഈ കുട്ടീനെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അന്ന് ലാൽ ജോസ് എൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ലാൽ ജോസാണ് ഈ കുട്ടീനെ പിന്നെ കൊണ്ട് നടക്കുന്നത് മുഴുവൻ ലാലുവാണ്. ലാലു തന്നെ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സമയത്തും ലാലുവിൻ്റെ കയ്യിലാണ്, അച്ഛൻ്റെ അമ്മയുടെ അടുത്തല്ല കുട്ടി, ലാൽ ജോസിൻ്റെ കയ്യിലാണ് കുട്ടി. അതിങ്ങനെ ഓരോ ഷോട്ടിലും കൊണ്ട് കിടത്തുന്നതും എടുക്കണതും ഒക്കെ അതിലുണ്ട്. അപ്പോൾ അവസാനം അത് ഒരു വേസ്റ്റ് കൊട്ടയിൽ ഈ കുട്ടീനെ ഇടുന്ന ഒരു ഷോട്ടുണ്ട്, ഒളിപ്പിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വേസ്റ്റ് കൊട്ടയിൽ ഈ കുട്ടി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. പക്ഷേ ഞാനിത് അവരോട് ഇങ്ങനെ മടിച്ചിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അത് സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് വേസ്റ്റ് കൊട്ടയിൽ ഇതിട്ട് അത് മൂടി വെച്ചിട്ട് മൂടുകയും വേണം ഷോട്ടിൽ. ഇത് നമുക്ക് ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അല്ല ഇത്രയും ചെറിയ കുട്ടീനെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു ചെറിയ പ്രയാസമുണ്ട്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിന്നെ ഉണ്ടായൊരു എന്ന് വെച്ചാൽ ഒരു സീനിൽ കുട്ടി കരയണം. അത് ഷോട്ട് തുടങ്ങി ആ ഷോട്ടിൽ കരയണം കുട്ടി, ആ കട്ടിലിങ്ങനെ ഇരുന്നിട്ടാണ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് മാറി നിന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് കരയുമെന്ന് വിചാരിച്ചു കുട്ടി. പക്ഷെ അപ്പോഴേക്കും കുട്ടി എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് പരിചയമായി സെറ്റിൽ കുറേ ദിവസമായി കഴിഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരെയും നോക്കി ഇങ്ങനെ ചിരിക്കുക, എന്ത് ചെയ്തിട്ടും കരയണില്ല, അതിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കരയാൻ വേണ്ടി പല ഗോഷ്ടി കാണിക്കുന്നു, ഒച്ച ഉണ്ടാക്കുന്നു. ജയറാം അതിൻ്റെ മുമ്പിൽ നിന്ന് മിമിക്രി കാണിക്കുന്നു. ആ സിനിമയിൽ തന്നെ അങ്ങനെ സീനുണ്ട്, അങ്ങനെ മിമിക്രി കാണിക്കുന്നു. എന്നിട്ട് ഈ കുട്ടി കരയണില്ല, അതിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊക്കെ ആ വിഷമമായി. കുറേ കഴിഞ്ഞപ്പോൾ ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കരയിക്കാം, പക്ഷേ എങ്ങനെ കരയിച്ചു എന്ന് എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. എല്ലാം ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പറഞ്ഞ് ജയറാം ചെന്നിട്ട് ആ കുട്ടിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുട്ടി ഒറ്റ കരച്ചിൽ. അപ്പം ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതം, എന്തായിരിക്കും ജയറാം പറഞ്ഞത് എന്നൊരു കൗതുകം ഉണ്ടല്ലോ. ഷോട്ട് ഭയങ്കര കരച്ചിൽ, ഞങ്ങൾ ഷോട്ട് എടുത്ത് ഓക്കെ. അപ്പോൾ ഷോട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ ജയറാമിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ല അതിപ്പോൾ ഞാനെങ്ങനെ പറയും, അങ്ങനെ അച്ഛനും അമ്മ അവരൊക്കെ ഒന്ന് ചോദിക്കില്ല എന്താ പറഞ്ഞതെന്ന്. ജയറാം എന്ത് പറഞ്ഞു? നമ്മൾ ഓരോരുത്തർ സായിയൊക്കെ പറയാൻ തുടങ്ങി, അല്ല തെറിയായിരിക്കും പറഞ്ഞത്, അവൻ തെറി പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ തെറി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ചെറിയ കുട്ടിയാലും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിങ്ങനെ തമാശയായി. അങ്ങനെ എന്ത് പറഞ്ഞിട്ടും ജയറാം പറയാനില്ലേ, ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞു, അത് പറഞ്ഞില്ലേ, ഞങ്ങൾ പിന്നെ അങ്ങ് വിട്ടു. ഇത് കഴിഞ്ഞ് ആ ഷെഡ്യൂൾ കഴിഞ്ഞ് പിന്നെ ഒരു പാട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോഴേ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ ഒക്കെ പ്രശ്നമായിട്ട് പാട്ട് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഏകദേശം ഒരു ബാക്കി ഡബ്ബിങ് എല്ലാം കഴിഞ്ഞിട്ട് റിലീസിന് കുറച്ച് മുമ്പാണ് പാട്ട് ഷൂട്ട് ചെയ്യുന്നത്. ഈ പാട്ട് ഷൂട്ടിങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ഞങ്ങളെയൊക്കെ മറന്നുപോയി, സ്വാഭാവികമാണല്ലോ. അപ്പോൾ ആ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു പാർക്കിലേക്കാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടി രാവിലെ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കരച്ചിൽ, അത് ചിരിച്ച് ഇതാകുന്ന ഇവരൊക്കെ എടുത്തുകൊണ്ട് കിടക്കുന്ന അങ്ങനെ കുട്ടീനെ താലോലിക്കുന്ന ഒരു പാട്ടാണ്. ഒരു രക്ഷയില്ല, കുട്ടി കരച്ചിൽ നിർത്തുന്നേ ഇല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ജയറാം അന്ന് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് തിരിച്ചു വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പോൾ കുട്ടി ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ജയറാം ചെവി ചെന്നിട്ട് ഇതേപോലെ എന്തോ പറഞ്ഞു നോക്കി, പക്ഷെ കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം കീഴടങ്ങി. പിന്നെ മുഖം കാണിക്കാണ്ടൊക്കെ ഷോട്ട് എടുത്തു കഴിഞ്ഞ് അന്ന് പാട്ട് എടുത്തു കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ജയറാം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ അന്ന് അതിനു മുമ്പ് കുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരയാൻ വേണ്ടി ചെവി ചെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെവിയിലൊന്നും പറഞ്ഞതല്ല, ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാമോ, എൻ്റെ നഖം ഉണ്ടായിരുന്നു, നഖം വെച്ചിട്ട് ആ കുട്ടിയുടെ ഛർദ്ദിക്കിട്ട് പിച്ചതാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി, എന്ത് പണി ചെയ്ത്, അല്ലാണ്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചു. കാരണം അതൊരു വിഷമമുള്ള കാര്യമല്ലേ, അല്ല കുട്ടിയുടെ അച്ഛനും അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമല്ലേ. അങ്ങനെ പറയും, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് എനിക്ക് പിന്നീട് കുറേ ദിവസം ഉറക്കം വന്നില്ല, കാരണം കൊച്ചിനെ ഇങ്ങനെ പിച്ചാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം ക്രൂരതല്ലേ, ഷോട്ടിന് വേണ്ടിയിട്ടായാലും. അപ്പോൾ ഞാനും ഇങ്ങനെ നമുക്കൊരു വല്ലായ്മ തോന്നി. അതിൻ്റെ പടം റിലീസ് ചെയ്തതിന് ശേഷം കുട്ടിയുടെ അച്ഛനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞാനത് അങ്ങോട്ട് പറയാണ്ടിരിക്കുന്നത്, കാരണം വേറെ ചില സീനുകളിൽ കരയാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ കൊച്ച് കരയാൻ വേണ്ടിയിട്ട് അമ്മ പിച്ചിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കൊണ്ടു തന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ പലരും പറയാറുണ്ട്, ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അഭിനയിപ്പിക്കുമ്പോൾ നമ്മൾ ചൂടാവണ ചിലപ്പോൾ അവരോട് ദേഷ്യം കൊണ്ടായിരിക്കില്ല, ആ ചൂടായി കഴിയുമ്പോൾ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ കറക്റ്റാകും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ആർട്ടിസ്റ്റിന് അപ്പം മനസ്സിലാവില്ല. പലപ്പോഴും പുതിയ ആൾക്കാരൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അനാവശ്യമായിട്ട് അവർ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. അത് അവരിൽ നിന്ന് ആ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അത് അവർക്ക് മനസ്സിലാവില്ല. പിന്നീട് നമ്മൾ അവരോട് പറയും, അതായിരുന്നില്ലേ സാറ് ചൂടാകുമ്പോൾ, ഞാൻ എൻ്റെ അഭിനയം ശരിയല്ലാന്ന് വിചാരിച്ചിട്ടാണ് സാറ് ചൂടായെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യും. അതൊരു അണിയറ കഥകളാണല്ലോ. അതിൻ്റെ പിന്നീടുള്ളൊരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടീനെ, പിന്നെ കുട്ടി വലുതായി, അതിനുശേഷം
ഇപ്പോൾ കല്യാണം കഴിച്ച കുട്ടിക്ക് കുട്ടികളൊക്കെ ആയി, അതിനകത്ത് ജോലിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ സമയത്ത് ജയറാം അതിൻ്റെ പ്രൊമോഷനായിട്ടിരിക്കുന്ന സമയത്ത് അതിന് ആൾക്കാർ അതിൻ്റെ ക്രൂ വന്നിട്ട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ജയറാമിൻ്റെ മുമ്പിൽ ഈ കുട്ടീനെ കൊണ്ടുവന്നു. കുട്ടിയല്ല, ഇപ്പം മുതിർന്ന്, ജയറാമിന് മനസ്സിലായില്ല, മുതിർന്നൊരു പെൺകുട്ടി. അപ്പോൾ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഈ കുട്ടി. അപ്പോൾ ജയറാമിന് എത്ര പറഞ്ഞിട്ട് മനസ്സിലായില്ല. അവസാനം ആ കുട്ടി തന്നെ പറഞ്ഞു ഞാൻ തൂവൽ സ്പർശത്തിലെ ഫർസാനയാണ്, ഫർസാന എന്നാണ് കുട്ടിയുടെ പേര്, ഞാൻ ആ കുട്ടിയാണെന്ന് പറഞ്ഞു. ജയറാമിന് അത്ഭുതപ്പെട്ടു വരും. അപ്പോൾ ഞാൻ ഈ കുട്ടീനെ പല സ്റ്റേജിലും കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ഭുതം തോന്നിയില്ല, കാരണം അവളുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുട്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബാലതാരങ്ങൾ വലുതായി ഇപ്പോൾ അവരുടെ ലൈഫിൻ്റെ പല മേഖലകളിൽ ജീവിക്കുന്നതും നമുക്ക് വലിയ കൗതുകമുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളായില്ലേ, 33 വർഷമായിട്ടായി തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ഈ തൂവൽ സ്പർശം വന്നിട്ട് 30 വർഷത്തിന് മേലെയായി. അപ്പോൾ അതൊരു കൗതുകമാണല്ലോ. അപ്പോൾ ഈ തൂവൽ സ്പർശം എന്ന് പറയുന്ന സിനിമ നന്നായിട്ട് ഓടിയ ഒരു സിനിമ കൂടിയാണ്, വളരെ നന്നായിട്ട് ഓടി. അപ്പോൾ ഈ പാവമ്പാൻ രാജകുമാരനും തൂവൽ സ്പർശം തൊട്ടടുത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. പാവമ്പാൻ കഴിഞ്ഞ ഉടനെ തന്നെ തൂവൽ സ്പർശത്തിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ പാവമ്പാൻ രാജകുമാരൻ്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് ഡിലേ ആയിട്ട് റിലീസ് കുറച്ച് വൈകിയായിരുന്നു. ഈ പാവമ്പാൻ രാജകുമാരൻ റിലീസ് ചെയ്തിട്ട് തൊട്ട നെക്സ്റ്റ് വീക്കിലാണ് തൂവൽ സ്പർശം റിലീസ് ചെയ്തത്. അപ്പോൾ ഒരു വീക്കിൻ്റെ ഗ്യാപ്പിലാണ് എൻ്റെ 2 സിനിമകളും റിലീസ് ചെയ്തത്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ശശികുമാർ സാറിൻ്റെ കാലത്ത്, ഐ വി ശശിയുടെ കാലത്ത്, പിന്നെ ജോഷിയേട്ടൻ്റെ ഒക്കെ തന്നെ ഒരേ സിനിമ 2 സിനിമയൊക്കെ ഒരേ ദിവസം റിലീസ് ചെയ്ത സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരാഴ്ച ഗ്യാപ്പിലാണ് റിലീസ് ചെയ്തത്. അത് എറണാകുളത്ത് അന്ന് ഈ മൈമൂൺ ലുലു എന്ന് പറയുന്ന 2 ടോക്കീസ് ഉണ്ടല്ലോ, 2 തിയേറ്ററുണ്ട്. ആ 2 തിയേറ്ററിലാണ് ഇത് കളിക്കുന്നത്. 2 സ്ഥലത്തും എൻ്റെ സിനിമകളാണ്, 2 ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നത്. നമ്മൾ കാണുന്ന ഒരു സന്തോഷമായ ഒരു ഓർമ്മ എനിക്ക് ആ സിനിമയായിട്ട് തൂവൽ സ്പർശമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. കാരണം ഈ കുട്ടികളെ വെച്ചിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുട്ടിയെ വെച്ചിട്ട് ഈ സിനിമ ചെയ്തു. അതും അന്നത്തെ ഒരു കോംബോ, അതായത് ജയറാമും മുകേഷ്, സായി, സുരേഷ് ഗോപിയൊക്കെ ഒക്കെ ഉള്ളൊരു കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സമയത്ത് ഒരുപാട് തമാശകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിലേ വരും. അതുകൊണ്ട് തന്നെ തൂവൽ സ്പർശം എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട സിനിമയിൽ ഒന്നാവാനുള്ള കാരണം ആ കുട്ടി എൻ്റെ മനസ്സിലിങ്ങനെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്.